മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെ പ്രിയപ്പെട്ട ഭാര്യമാരോട് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹും അവരോടും അതുപോലെ പ്രിയപ്പെട്ട സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹുവിനോടും ഇന്ന കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് മുസ്തഫ നബി തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ആ കാര്യങ്ങൾ മുഴുവനും ജീവിതത്തിലൂടെ കൊണ്ടുവന്നവരാണ് സ്വഹാബാ കിറാം റളിയല്ലാഹു തആല അൻഹും. എന്നാൽ നമ്മളെല്ലാവരും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊണ്ടുവരുന്നവരാണ്. നമ്മുടെ വീടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നമ്മുടെ യാത്രകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് മേഖലകളിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടുവരുന്നവരാണ്. ഒരുപാട് ദിക്റുകൾ ചൊല്ലുന്നവരാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഓരോരോ ദിക്റുകൾ പഠിച്ചു വെച്ചാൽ അത് ഏറ്റവും നല്ല ഉപകാരമുള്ള കാര്യവുമാണല്ലോ. ഒരാൾ അവനവന്റെ വീട്ടിലേക്കൊന്ന് പ്രവേശിച്ചാൽ ആദ്യം എന്താണ് പറയാനുള്ളത്? ബിസ്മില്ലാഹി വലജ്നാ വഅലാ റബ്ബിനാ തവക്കൽനാ. എന്റെ കൂടെ വന്ന് ചൊല്ലി നോക്ക്. ബിസ്മില്ലാഹി വലജ്നാ വഅലാ റബ്ബിനാ തവക്കൽനാ. അമൂല്യമായ ഒരു ദുആയാണ്. ഈ ദുആ നിങ്ങൾ ചൊല്ലിക്കൊണ്ടാണ് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ വരുന്നതെങ്കിൽ അല്ലാഹു സകലമാന സങ്കടങ്ങളും അല്ലാഹു മാറ്റി, ജീവിതത്തിന്റെ എല്ലാ നൂലാമാലകളും മാറ്റി അല്ലാഹു സന്തോഷവും സമാധാനവും തരും. അതിനെന്ത് വേണമെന്നറിയുമോ? ഇത് ഞാൻ മുടക്കില്ല എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കണം. ഇത് മുടക്കില്ല, ഞാൻ എന്റെ ജീവിതത്തിൽ ചൊല്ലുമെന്ന് ഉറപ്പിക്കുമ്പോ അവിടെ നമുക്കൊരുപാട് നിഅമത്തുകൾ അല്ലാഹു തരും. ഞാൻ ഇത് മുടക്കൂല. ചെറിയൊരു ദുആല്ലേ. എവിടെങ്കിലൊക്കെ പോയിട്ട് വന്ന് വീട്ടിലേക്കൊന്ന് പ്രവേശിക്കുമ്പോൾ വലത് കാൽ മുന്തിച്ചിട്ട് ബിസ്മില്ലാഹി വലജ്നാ വഅലാ റബ്ബിനാ തവക്കൽനാ. വളരെ സിമ്പിളായ ഈ ഒരു ദുആ നമ്മളെ കൊണ്ട് പറ്റൂലേ? എന്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്ക്. ബിസ്മില്ലാഹി വലജ്നാ വഅലാ റബ്ബിനാ തവക്കൽനാ. എളുപ്പമുള്ള ദുആയാണ്. എന്നാലോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണെങ്കിലോ, വീട്ടിലേക്ക് വന്ന് കയറുമ്പോ വലത് കാല് വെച്ച് കയറണം. വീട്ടിൽ നിന്നിറങ്ങുമ്പോ ഇടത് കാല് വെച്ചിറങ്ങണം. ആ സമയം നമ്മൾ ചൊല്ലണം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അറിയാത്തവരായി ആരും തന്നെയില്ല. എല്ലാവർക്കും അതിന്റെ മഹത്വങ്ങളും അതിന്റെ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വീട്ടിൽ നിന്ന് നമ്മളങ്ങ് ഇറങ്ങിക്കഴിയുമ്പോൾ ആ ഇറങ്ങുന്ന ഒരു സമയം അള്ളാഹുവിനെ മുന്നിൽ നിർത്തണം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അൽഹംദുലില്ലാഹ്, എനിക്ക് വലിയൊരു സന്തോഷമാണ്. ഒരു കുടുംബത്തിലുള്ള ആണും പെണ്ണും എല്ലാവരും ഒരുമിച്ച് നല്ലതുപോലെ നമ്മളൊരു സ്വലാത്ത് കഴിഞ്ഞ 2-3-4 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു സ്വലാത്ത് പറഞ്ഞിരുന്നു. ആ സ്വലാത്ത് ആ വീട്ടിലുള്ള ആണും പെണ്ണും എല്ലാവരും നിത്യമായി ചൊല്ലാൻ അവരൊരു ഗ്രൂപ്പ് തുടങ്ങി. അതിൽ അവർ ഓരോ ദിവസവും അവരിങ്ങനെ സ്വലാത്തുകളാ ചൊല്ലിയിട്ടുള്ള സ്വലാത്തുകൾ ഇങ്ങനെ ചൊല്ലുകയാണ്. അതൊരു വലിയൊരു സന്തോഷമാണ്. അല്ലാഹു ആ കുടുംബത്തിന് ബറക്കത്ത് കൊടുക്കട്ടെ. ആ കുടുംബത്തിലുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും അവര് സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുന്നുണ്ട്. അല്ലാഹുവേ, അതിലൊക്കെ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഇതുപോലുള്ളവർ 10 സ്വലാത്ത് ചൊല്ലിയാല് അതുപോലെ ഇതിനപ്പുറം എന്താ വേണ്ടേ? ഇതുപോലുള്ളവർ 10 സ്വലാത്ത് ചൊല്ലിയാൽ അത് മതിയല്ലോ. അതിനേക്കാൾ പിന്നെ എന്ത് മഹത്വമാണ് നമുക്ക് വേണ്ടുന്നത്? അതിനേക്കാൾ എന്ത് സന്തോഷമാണ് വേണ്ടുന്നത്? അതിനേക്കാൾ എന്ത് ആനുകൂല്യമാണ് നമുക്ക് നേടിയെടുക്കാനുള്ളത്? അതുകൊണ്ട് അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ചൊല്ലെല്ലാവരും ഒന്ന് ചൊല്ല്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്.
അപ്പൊ എല്ലാവരും പുറത്തിറങ്ങുമ്പോ ആ ഒരു ദിക്ർ ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ചു പറയുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ്. വീട്ടിലേക്ക് വന്നു കയറുമ്പോ ബിസ്മില്ലാഹി വലജനാ വഅലാ റബ്ബിനാ തവക്കൽനാ എന്ന് പറഞ്ഞു വലത്തേക്കാല് മുന്തിച്ചിട്ടാണ് വീട്ടിൽ കയറാനുള്ളത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ഇടത്തേക്കാല് മുന്തിക്കണം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സ്കൂളിൽ പോകുന്ന മക്കളോട് ഇത് പഠിപ്പിച്ചു കൊടുക്കണം. ആ മക്കളും ഇത് ചൊല്ലണം. ആ മക്കളും അവരവരുടെ ജീവിതത്തിലൂടെ ഇത് കൊണ്ടുവരണം. ആ സമയം ഈ മക്കൾ ഇത് പഠിക്കുന്നുണ്ട്. ഈ മക്കൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഈ മക്കൾ അതുപോലെ ഇങ്ങനെ ചൊല്ലുമ്പോൾ അതിന്റെ പ്രതിഫലം കിട്ടുന്നുണ്ട്. കഴിഞ്ഞില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലിമ ഔ ഉദ്ലിമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. ഈ ഒരു ദിക്ർ കൂടെ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതിനേക്കാൾ മഹത്വമുള്ള ഒന്നേയില്ല. ഒന്നും കൂടെ പറഞ്ഞു തരാം. വീട്ടിലേക്ക് നമ്മൾ അങ്ങ് പ്രവേശിച്ചു കഴിഞ്ഞാൽ ചൊല്ലാനുള്ളത് പഠിപ്പിച്ചു. ഇനി നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയാൽ ആദ്യം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലിയിട്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അള്ളിമ ഔ ഉള്ളിമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ എന്നുള്ള ദിക്ർ നിങ്ങൾ ചൊല്ലിക്കൊണ്ടാണ് വരുന്നതെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മളെ സങ്കടങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, എല്ലാവിധമായ ദുഃഖങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെ കരകയറ്റുമല്ലോ. നമ്മളിങ്ങനെ ഒരുമിച്ചുകൂടി ഉച്ചയ്ക്ക് ഇങ്ങനെ കേട്ടിരുന്നാ കൊള്ളാം, നല്ല പ്രസംഗമായിരുന്നു പറയാനല്ലേ. എന്തെങ്കിലൊക്കെ എഴുതിയെടുക്കുക, എന്തെങ്കിലൊക്കെ പഠിക്കുക, അതൊരു സന്തോഷാണ്. അതിനാണ് നമ്മൾ ഒരുമിച്ചുകൂടി ഇരിക്കുന്നത്.